എന്തൊരു സംരക്ഷണമായിരുന്നു, എന്തൊരു കരുതലായിരുന്നു മുഖ്യമന്ത്രിക്ക്. എന്തിനാ പാർട്ടി പറഞ്ഞിട്ടും മുന്നണി പറഞ്ഞിട്ടും അവരുടെ കൂടെ തന്നെയുള്ള ആളുകൾ പറഞ്ഞിട്ടും എന്തിനാ ഇങ്ങനെ സംരക്ഷിച്ചു പിടിക്കാൻ മുഖ്യമന്ത്രി ശ്രമിച്ചത്? ഇപ്പോഴും മുഖ്യമന്ത്രി തല്ലിയിട്ടില്ല, തലോടിയിട്ടേ ഉള്ളൂ. അയാൾക്ക് വേദനിക്കാതെ, പ്രതിപക്ഷ നേതാവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ പട്ടിൽ പൊതിഞ്ഞൊരു ശാസന, ഗതികെട്ടിട്ട് ഒന്നും ചെയ്യാതിരിക്കാൻ കഴിയാതെ വന്നപ്പോ അവസാനം പട്ടിൽ പൊതിഞ്ഞൊരു ശാസന. അത് മാത്രമായി ADGPക്കെതിരെയുള്ള നടപടി മാറുകയാണ്. അന്വേഷണം നടത്തുന്ന കാര്യത്തിൽ ഞാൻ അത്ഭുതപ്പെടുന്നത് CPIയുടെ നേതാവ്, തൃശൂരിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിച്ച സുനിൽകുമാർ, ആ സുനിൽകുമാർ പത്രസമ്മേളനം നടത്തി പറഞ്ഞത് അന്ന് പൂരം കലക്കിയതിനെ സംബന്ധിച്ച് പറയാൻ ഒരാഴ്ച കൊണ്ട് റിപ്പോർട്ടാണ് ആവശ്യപ്പെട്ടത്. പിന്നീട് ചോദിച്ചപ്പോൾ അതൊരു മാസം കൊണ്ട് റിപ്പോർട്ട് തരാമെന്നാണ് പറഞ്ഞത്. എന്നിട്ടിപ്പോ 5 മാസമായിട്ട് റിപ്പോർട്ടുമില്ലാത്തത് എന്നെ അത്ഭുതപ്പെടുത്തുന്നു എന്ന് പറഞ്ഞത് TN പ്രതാപനല്ല, പാലക്കാട് നിന്ന് അവിടെ ചുമതല വഹിക്കാൻ പോയ നമ്മുടെ MP VK ശ്രീകണ്ഠനല്ല. അതവിടെ പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇടതുപക്ഷത്തിന്റെ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ പരാജയപ്പെട്ട സ്ഥാനാർത്ഥി, കേരളത്തിന്റെ മുൻ മന്ത്രി, ആ ജില്ലയിൽ നിന്ന് 3 തവണ MLA ആയ സുനിൽകുമാറാണ് കേരളത്തിലെ പൊതുജനങ്ങളുടെ മുമ്പാകെ പറഞ്ഞത്. ദുരൂഹമാണ് ഈ റിപ്പോർട്ട് പുറത്തു വരാത്തത്, ദുരൂഹമാണ് ഈ അന്വേഷണം നടക്കാത്തത്, ദുരൂഹമാണ് ഇതിന്റെ വിശദാംശങ്ങൾ പുറത്തു വരാത്തത് എന്ന് സുനിൽകുമാർ പറയുമ്പോ, സുനിൽകുമാറിന് പറയേണ്ടി വരുമ്പോ ആ നെക്സസിന്റെ കരുത്ത് എന്താണ് എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കണം. ആ കൂട്ടുകെട്ട് എവിടെ എത്തി എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കണം. എനിക്ക് CPIക്കാരോട് പറയാനുള്ളത്, പണ്ടും ഇവരെല്ലാരും കൂടെ ഒരുമിച്ചൊരു ശ്രമം നടത്തിയപ്പോ CPI നമ്മുടെ കൂടെയായിരുന്നു, അല്ലേ? അതെ. അന്ന് ഇവിടെ നേരത്തെ മാഷ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ പാലക്കാട്ട് ജനസംഘത്തിന്റെ നേതാക്കന്മാര് വന്ന് ശിവദാസ മേനോന് വേണ്ടി പ്രസംഗിക്കുമ്പോ, LK അദ്വാനി വന്ന് പ്രസംഗിക്കുമ്പോ, പരിഭാഷപ്പെടുത്താൻ നേതാക്കന്മാര് നിൽക്കുമ്പോ അതിനോട് കൂടെ ചേരാതെ നിന്നൊരു ചരിത്രമുണ്ട്. അത് ഓർമ്മയുണ്ടെങ്കിൽ ഈ RSS സംഘപരിവാർ ബന്ധത്തിന്റെ പേരിൽ നിലപാടെടുക്കാനുള്ള ആർജവം CPI പോലൊരു പ്രസ്ഥാനത്തിന് ഇനിയുമുണ്ടെങ്കിൽ, ആർജവം അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവർ തങ്ങളുടെ പ്രസ്ഥാനത്തോട് നീതി പുലർത്താൻ തയ്യാറാവണം. അവരുടെ നേതാക്കന്മാര് തന്നെ പറയാൻ ഈ ബന്ധം സംശയകരമാണ് എന്നുള്ളത്. എന്നിട്ട് അന്വേഷണത്തിന്റെ ചുമതല ഏൽപ്പിച്ചത് ആരാ? ഇതേ ADGP. അയാൾ അന്വേഷിച്ചിട്ട് കൊടുത്ത റിപ്പോർട്ട് എന്താ? അയാൾ അന്വേഷിച്ചിട്ട് കൊടുത്ത റിപ്പോർട്ട് എല്ലാം ക്ലീൻ ആണ്. കള്ളനെ തന്നെ താക്കോൽ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് അത്രയും ചെറുതായി പോകും. അയാളുടെ ഇടപെടലുകൾ, അയാളുടെ കള്ളക്കളികൾ അന്വേഷിക്കാൻ അയാളെ തന്നെ ഏൽപ്പിച്ചിട്ട് അയാളുടെ റിപ്പോർട്ടും വാങ്ങിയിട്ട് ഞാൻ മഹാനാണെന്ന് അയാൾ എഴുതി കൊടുത്ത റിപ്പോർട്ട് അംഗീകരിച്ചിട്ട് ഒരു ആഭ്യന്തര മന്ത്രി കേരളത്തിന്റെ തലപ്പത്തിരിക്കുക. നമ്മൾ മുമ്പ് ഇതേ വേദികളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു നാട് ഭരിക്കാൻ ആവശ്യം 2 ചങ്കല്ല, ഒരു നാട് ഭരിക്കാൻ ആവശ്യം ഇച്ചിരി ആത്മാർത്ഥതയും ആർജവുമാണ്. അത് രണ്ടും ഇല്ലാതെ പോയതിന്റെ ദുരന്തമാണ് കേരളം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യത്തിന് സംശയം വേണ്ട. അതുപോലത്തെ കള്ളക്കൂട്ടുകെട്ടുകൾ